കണ്ണശന്മാരുടെ മറ്റൊരു പേര്. ഉത്തരം നിരണം കവികൾ. സുഗതകുമാരിയുടെ ആദ്യ കവിതാ സമാഹാരം ഏതാണ്? ഉത്തരം മുത്തുച്ചിപ്പി. ജന്മന അന്ധനായ ഭക്തകവി ആരാണ്? ഉത്തരം സൂർദാസ്. കേരള ലളിതകലാ അക്കാദമി പ്രസിദ്ധീകരിക്കുന്ന ആനുകാലികം എന്താണ്? ഉത്തരം ചിത്രവാർത്ത. ഏഴു ചുവട് എന്ന ബംഗാളി നോവലിന്റെ രചയിതാവ്? ഉത്തരം താരാശങ്കർ ബന്ദോപാധ്യായ. കണ്ണശന്മാരുടെ മറ്റൊരു പേര്? ഉത്തരം നിരണം കവികൾ. വാർമഹൽ രചിച്ചത് ആരാണ്? ഉത്തരം ഗുരുനാനാക്ക്. വയനാടൻ പശ്ചാത്തലത്തിൽ കോന്തല എന്ന ആത്മകഥ എഴുതിയത് ആരാണ്? ഉത്തരം കൽപ്പറ്റ നാരായണൻ. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ആദ്യം പ്രസിദ്ധീകരിച്ച കൃതി ഏതാണ്? ഉത്തരം തകഴിയുടെ കഥകൾ. എന്റെ കർണൻ എന്ന നോവലിന്റെ കർത്താവ്? ഉത്തരം വി.ടി. നന്ദകുമാർ. ആഖ്യായിക എന്നറിയപ്പെടുന്ന സാഹിത്യരൂപം? ഉത്തരം നോവൽ. കരളെരിഞ്ഞാലും തല പുകഞ്ഞാലും ചിരിക്കണം മതി വിദൂഷകധർമ്മം എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം സഞ്ജയൻ. സ്പൈസസ് ബോർഡ് പ്രസിദ്ധീകരിക്കുന്ന മാസിക? ഉത്തരം സ്പൈസ് ഇന്ത്യ. കലാപം, വിവാദം, വിലയിരുത്തൽ എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം കെ.പി. അപ്പൻ. പെരുവഴി അമ്പലം എന്ന നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം പി. പത്മരാജൻ. ത്രിലോക സഞ്ചാരി എന്ന നാമത്തിൽ ഫലിത ലേഖനങ്ങൾ എഴുതിയത് ആരാണ്? ഉത്തരം എ.വി. കൃഷ്ണപിള്ള. തമിഴ് സാഹിത്യത്തിൽ ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കൃതി? ഉത്തരം അഖിലന്റെ ചിത്തിരപ്പാവി. നിർമാല്യം എന്ന പേരിൽ ചലച്ചിത്രത്തിന്റെ ആസ്പദമാക്കിയ എം.ടിയുടെ കഥ? ഉത്തരം പള്ളിവാളം കാൽ ചിലമ്പും. ഗാന്ധിയും ഗോഡ്സെയും ആരുടെ കൃതിയാണ്? ഉത്തരം എൻ.വി. കൃഷ്ണവാര്യർ. കേരള സ്കൗട്ട് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം സി.വി. രാമൻ പിള്ള. ഓർത്തോസ് മലബാറിക്കസ് എന്ന കൃതിയുടെ മൂലകൃതി? ഉത്തരം ഇട്ടി അച്യുതന്റെ കേരള രാമം. എന്റെ കഥ ആരുടെ ആത്മകഥയാണ്? ഉത്തരം മാധവിക്കുട്ടി. ഉടലായം സിനിമാ സംവിധായകൻ ആരാണ്? ഉത്തരം ഉണ്ണികൃഷ്ണൻ ആവള. ഗോത്രവർഗക്കാരുടെയും ട്രാൻസ്ജെൻഡറുകളുടെയും കഥ പറയുന്ന സിനിമയാണ് ഉടലായം. കരളെരിഞ്ഞാലും തല പുകഞ്ഞാലും ചിരിക്കണം മതി വിദൂഷകധർമ്മം എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം സഞ്ജയൻ. ഒരു കണ്ണീർ കണം ഞാൻ മറ്റുള്ളവർക്കായി പൊഴിക്കവേ ഉദിക്കുകയാണ് ആത്മാവിൻ 1000 സൗരമണ്ഡലം. ആരുടെ വരികളാണ് ഇത്? ഉത്തരം അക്കിത്തം. ആഖ്യായിക എന്നറിയപ്പെടുന്ന സാഹിത്യരൂപം? ഉത്തരം നോവൽ. സംസ്കൃത നാടകത്തിന്റെ പിതാവ് ആരാണ്? ഉത്തരം ഭാസൻ. സുരേന്ദ്രനാഥ് ബാനർജി രചിച്ച പ്രശസ്തമായ കൃതി? ഉത്തരം എ നേഷൻ ഇൻ മേക്കിംഗ്. കേരളത്തെപ്പറ്റി പരാമർശിക്കുന്ന ഏറ്റവും പഴയ ഗ്രന്ഥം? ഉത്തരം ഐതരേയാരണ്യം. സഫലമേ യാത്ര എന്ന കൃതി ആരുടേതാണ്? ഉത്തരം എൻ.എൻ. കക്കാട്. ആശാനെ വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി. ഓംചേരി എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ? ഉത്തരം എൻ. നാരായണപിള്ള. ഇന്നലെ ചെയ്തൊരബദ്ധം മൂഢർ കിന്നത്തെ ആചാരമാവാം, നാളത്തെ ശാസ്ത്രമതാവാം, അതിൽ മൂളായിക സമ്മതം രാജൻ. ആരുടെ വരികളാണ് ഇത്? ഉത്തരം കുമാരനാശാൻ. നാടകക്കളരി എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ്? ഉത്തരം ജി. ശങ്കരപ്പിള്ള. മലയാളത്തിലെ ആദ്യത്തെ ജീവചരിത്ര ഗ്രന്ഥം ഏതാണ്? ഉത്തരം നവഭാരത ശില്പികൾ. കൃഷ്ണദേവരായരുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്ന മഹാപ്രതിഭകൾ? ഉത്തരം അഷ്ടദിഗ്ഗജങ്ങൾ. ഒരു ജ്ഞാനപീഠ ജേതാവിന്റെ കൃതിയാണ് ആരണ്യത്തിന്റെ അധികാരം. ആരാണ് എഴുത്തുകാരി? ഉത്തരം മഹോഷേത ദേവി. എത്ര വിദേശ ഭാഷ വിജ്ഞാനനാകിലും മർത്തിന് തൻ ഭാഷയെന്നുകൊണ്ടേ ശക്തിയുണ്ടായി വരൂ.
ശക്തിമത്താക്കിയ ഹൃദയകരത്തെ വെളിപ്പെടുത്താൻ എന്ന് പാടിയ കവി ആരാണ്? ഉത്തരം വള്ളത്തോൾ. സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ഉത്തരം ജേക്കബ് തോമസ്. ബിലാത്തി വിശേഷം ആരുടെ യാത്രാ വിവരണമാണ്? ഉത്തരം KP കേശവമേനോൻ. അമർ ചിത്രകഥകൾക്ക് തുടക്കം കുറിച്ചത് ആരാണ്? ഉത്തരം അനന്ത പൈ. നിർമാല്യം എന്ന സിനിമയ്ക്ക് അടിസ്ഥാനമായ കഥ ഏതാണ്? ഉത്തരം പള്ളിവാളും കാൽ ചിലമ്പും. അക്കിത്തം ഏത് കൃതിയിലാണ് വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലു സുഖപ്രദം എന്ന വരികൾ എഴുതിയത്? ഉത്തരം 20-ാം നൂറ്റാണ്ടിലെ ഇതിഹാസം എന്ന കൃതിയിൽ. കന്യാദാനം ആരുടെ കൃതിയാണ്? ഉത്തരം തിക്കോടിയൻ. ഇന്നലെ ചെയ്തൊരബദ്ധം മൂഢർക്ക് ഇന്നത്തെ ആചാരമാവാം, നാളത്തെ ശാസ്ത്രമതാവാം, അതിൽ മൂളായിക സമ്മതം രാജൻ. ആരുടെ വരികളാണ് ഇത്? ഉത്തരം കുമാരനാശാൻ. പെരുവഴി അമ്പലം എന്ന നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം P. പത്മരാജൻ. മലയാളത്തിലെ ആദ്യ മണിപ്രവാള ലക്ഷണ ഗ്രന്ഥം ഏതാണ്? ഉത്തരം ലീലാതിലകം. ബെന്യാമിന്റെ മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്ന കൃതിയുടെ ഇംഗ്ലീഷ് വിവർത്തനത്തിന്റെ പേര്? ഉത്തരം ജാസ്മിൻ ഡേയ്സ്. AR രാജരാജവർമ്മയുടെ വിലാപത്തിൽ അനുശോചിച്ച് ആശാൻ എഴുതിയ ഖണ്ഡകാവ്യം? ഉത്തരം പ്രരോദനം. ജന്മന അന്ധനായ കവി? ഉത്തരം സൂർദാസ്. മലയാളത്തിലെ ആദ്യത്തെ പോക്കറ്റ് കാർട്ടൂണായ കിട്ടുമാൻ ആരുടെ സൃഷ്ടിയാണ്? ഉത്തരം യേശുദാസൻ. ഗാന്ധിജിയുടെ വേർപാടിൽ ദുഃഖിതനായി വള്ളത്തോൾ രചിച്ച വിലാപകാവ്യം? ഉത്തരം ബാപ്പുജി. ഉർവീസുര ചാപലം പുരുതെ പാരിൽ സർവവിദിതം കേവലം ഏത് ആട്ടക്കഥയിലേതാണ് ഈ വരികൾ? ഉത്തരം നളചരിതം. പ്രശസ്ത ക്രിക്കറ്റ് താരം കപിൽ ദേവിന്റെ ആത്മകഥ? ഉത്തരം സ്ട്രേറ്റ് ഫ്രം ദി ഹാർട്ട്. ഹോർത്തോസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിന്റെ മലയാളത്തിലെ പേര്? ഉത്തരം കേരള രാമം. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ്? ഉത്തരം സർദാർ KM പണിക്കർ. കൂടിയാട്ടത്തിന്റെ സാങ്കേതിക വ്യവസ്ഥകൾ വിവരിക്കുന്ന കൃതികൾക്ക് പറയുന്ന പേര്? ഉത്തരം ആട്ടപ്രകാരം. രമണൻ എന്ന കൃതി രചിക്കാൻ ചങ്ങമ്പുഴിയെ പ്രേരിപ്പിച്ച കൃതി? ഉത്തരം ഷെപ്പേർഡ് കലണ്ടർ. ചലച്ചിത്ര രംഗത്തെ പരമോന്നത പുരസ്കാരം? ഉത്തരം ദാദാ സാഹിബ് ഫാൽക്കെ. 2020 ഫെബ്രുവരി 10 80ാമത് വാർഷികം ആഘോഷിച്ച കാർട്ടൂൺ പരമ്പര? ഉത്തരം ടോം ആൻഡ് ജെറി. കുഞ്ചൻ നമ്പ്യാർ രചിച്ച സംഗീത ശാസ്ത്ര ഗ്രന്ഥം ഏതാണ്? ഉത്തരം താളപ്രസ്ഥാരം. ദേവകി നിലയങ്കോടത്തിന്റെ ആത്മകഥയുടെ പേര്? ഉത്തരം നഷ്ടബോധങ്ങളില്ലാതെ. വിശ്വരൂപം എന്ന പ്രസിദ്ധമായ നാടകത്തിന്റെ ശില്പി? ഉത്തരം സുരാസു. ഇന്ത്യയിലെ തന്റെ ബാല്യകാല ജീവിതത്തെ അടിസ്ഥാനമാക്കി റുഡ്യാർഡ് കിപ്ലിംഗ് രചിച്ച നോവൽ? ഉത്തരം കിം. KP അപ്പൻ ഏത് സാഹിത്യ ശാഖയിലാണ് പ്രധാനമായും വ്യാപൃതനായിരുന്നത്? ഉത്തരം സാഹിത്യ വിമർശനം. കുന്താപ്പി ഗുലുഗുലു എന്ന നാടകം രചിച്ച തുപ്പേട്ടന്റെ യഥാർത്ഥ നാമം? ഉത്തരം സുബ്രഹ്മണ്യൻ നമ്പൂതിരി. KT മുഹമ്മദിന്റെ ആദ്യ കഥ ഏതാണ്? ഉത്തരം കണ്ണുകൾ. മേഘ സന്ദേശത്തിന് മേഘഛായ എന്ന പേരിൽ തർജ്ജമ തയ്യാറാക്കിയത് ആരാണ്? ഉത്തരം G. ശങ്കരക്കുറുപ്പ്. ഹാജിയാർ ഹ്യൂവിന് ശേഷം ഹൂ എന്നീ നർമ്മകഥകളുടെ കർത്താവ്? ഉത്തരം VKN. ഓർത്താൽ വിസ്മയം എന്നത് ആരുടെ ആത്മകഥയാണ്? ഉത്തരം കലാമണ്ഡലം ഹൈദരാലി. കേരള ഇബ്സൺ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം N. കൃഷ്ണപിള്ള. മലയാളത്തിലെ ആദ്യ തനത് നാടകം ഏതാണ്? ഉത്തരം കലി. വയലാറിന്റെ സഞ്ചാര സാഹിത്യകൃതി ഏതാണ്? ഉത്തരം പുരുഷാന്തരങ്ങളിലൂടെ.
മാധവിക്കുട്ടിയുടെ ഏത് കഥയാണ് മഴ എന്ന സിനിമയ്ക്ക് അടിസ്ഥാനം? ഉത്തരം നഷ്ടപ്പെട്ട നീലാംബരി. APJ അബ്ദുൽ കലാമിന്റെ ജീവചരിത്രം പ്രമേയമാക്കി നിർമ്മിച്ച സിനിമ? ഉത്തരം APJ അബ്ദുൽ കലാം ദി മിസൈൽ മാൻ. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ പേരിൽ ഓടക്കുഴൽ അവാർഡ് ഏർപ്പെടുത്തിയ കവി? ഉത്തരം G ശങ്കരക്കുറുപ്പ്. P കേശവദേവിന്റെ ആത്മകഥ? ഉത്തരം എതിർപ്പുകൾ. കൊണ്ടുപോകില ചൂരന്മാർ കൊടുക്കുന്തോറുമേറിടും മേന്മ നൽകും മരിച്ചാലും വിധി തന്നെ മഹാധനം. പ്രശസ്തമായ ഈ വരികൾ ആരുടേതാണ്? ഉത്തരം ഉള്ളൂർ. മാണിക്യവീണ രചിച്ചത് ആരാണ്? ഉത്തരം വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. കൊണ്ടുപോകില ചൂരന്മാർ കൊടുക്കുന്തോറുമേറിടും മേന്മ നൽകും മരിച്ചാലും വിധി തന്നെ മഹാധനം. പ്രശസ്തമായ ഈ വരികൾ ആരുടേതാണ്? ഉത്തരം ഉള്ളൂർ. ബുദ്ധമതത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം? ഉത്തരം ത്രിപീഠിക്. യുദ്ധഭാഷണം എന്നത് ഒരു പ്രശസ്ത എഴുത്തുകാരുടെ ലേഖന സമാഹാരമാണ്. ആരാണ് അവർ? ഉത്തരം അരുന്ധതി റോയി. ആരുടെ കൃതിയാണ് ആത്മാവിലേക്ക് ഒരു തീർത്ഥയാത്ര? ഉത്തരം MP വീരേന്ദ്രകുമാർ. വൃദ്ധസദനം ആരുടെ കൃതിയാണ്? ഉത്തരം TV കൊച്ചുബാവ. തത്വമസി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്? ഉത്തരം സുകുമാർ അഴീക്കോട്. ഡ്രാക്കുള എന്ന രക്തരക്ഷസിനെ ചിത്രീകരിച്ച നോവലിസ്റ്റ്? ഉത്തരം ബ്രാം സ്റ്റോക്കർ. ദാസൻ എന്ന പ്രസിദ്ധ കഥാപാത്രം ഏത് നോവലിലാണ്? ഉത്തരം മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. ബോക്സിംഗ് ഇതിഹാസം മുഹമ്മദ് അലിയുടെ ആത്മകഥ? ഉത്തരം ദ സോൾ ഓഫ് എ ബട്ടർഫ്ലൈ. ദേവകി നിലയങ്ങോടിന്റെ ആത്മകഥ? ഉത്തരം നഷ്ടബോധങ്ങളില്ലാതെ. ഒരു പ്രശസ്ത ഗാനരചയിതാവിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് നീലക്കുയിൽ. ആരുടേതാണ് ഈ ചലച്ചിത്രം? ഉത്തരം P ഭാസ്കരൻ. MTയുടെ മഞ്ഞ് എന്ന നോവലിനെ പശ്ചാത്തലമായ ഭൂവിഭാഗം? ഉത്തരം നൈനിറ്റാൾ. കന്യാദാനം ആരുടെ കൃതിയാണ്? ഉത്തരം തിക്കോടിയൻ. P കേശവദേവിന്റെ ആത്മകഥയുടെ പേര്? ഉത്തരം എതിർപ്പുകൾ. വൈലോപ്പിള്ളിയുടെ സ്മരണയ്ക്കായി ഇവനെ കൂടി എന്ന കവിത രചിച്ചത് ആരാണ്? ഉത്തരം സച്ചിദാനന്ദൻ. കാർ അപകടത്തിൽപ്പെട്ട് മരിച്ച വഴിയാത്രക്കാരന്റെ ചോരയിൽ ചവിട്ടി ആൾക്കൂട്ടം നിൽക്കെ മരിച്ചവന്റെ പോക്കറ്റിൽ നിന്നും പറന്ന 5 രൂപയിലായിരുന്നു എന്റെ കണ്ണ്. ആരുടെ വരികളാണ് ഇത്? ഉത്തരം A അയ്യപ്പൻ. അധംകൃതർക്ക് വിദ്യാഭ്യാസവും സ്വാതന്ത്ര്യം നൽകണമെന്ന് ആവശ്യപ്പെട്ട് KP കറുപ്പൻ രചിച്ച നാടകം? ഉത്തരം ബാലകലേശം. ഗോതയെ കാത്ത് എന്ന നാടകം വിവർത്തനം ചെയ്തത് ആരാണ്? ഉത്തരം കടമ്മനിട്ട. ചാർലി ചാപ്ലിൻ എഴുതിയ ഒരേ ഒരു നാടകം? ഉത്തരം 12 നീതിമാന്മാർ. വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ തോപ്പിൽ പാസ് രചിച്ച നാടകം? ഉത്തരം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി. ലോകസഭ അംഗമായ പ്രശസ്ത മലയാള സാഹിത്യകാരൻ ആരാണ്? ഉത്തരം SK പൊറ്റക്കാട്. മലയാളത്തിലെ ആദ്യ മലയാള നിഘണ്ടുവിന്റെ കർത്താവ്? ഉത്തരം അഭയദേവ്. കുടിയേറ്റ കർഷക ജീവിത ചിത്രീകരണം നടത്തുന്ന SKയുടെ നോവൽ? ഉത്തരം വിഷകന്യക. മലയാളത്തിൽ ആദ്യമായി പത്രങ്ങളുടെ ഓഡിയോ പതിപ്പ് പുറത്തിറക്കിയത് ആരാണ്? ഉത്തരം കേരള കൗമുദി. ഡ്രാക്കുള എന്ന നോവലിന്റെ ശതാബ്ദി വർഷമായിരുന്നു 1997. ആരാണ് വിഖ്യാതമായ ആ നോവൽ രചിച്ചത്? ഉത്തരം ബ്രാം സ്റ്റോക്കർ. ഇതോ വാർദ്ധക്യം എന്ന കവിത രചിച്ചത് ആരാണ്? ഉത്തരം സുഗതകുമാരി. SK പൊറ്റക്കാടിന്റെ കവിതാ സമാഹാരം? ഉത്തരം സഞ്ചാരിയുടെ ഗീതങ്ങൾ.